എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. രേവതിക്ക് വേണ്ടിയിട്ട് ആ വമ്പ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് സച്ചി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി സ്വർണ്ണമാല മേടിച്ചോണ്ട് കൊടുക്കുകയാണ്. സ്വർണ്ണമാല എന്ന് പറയാൻ പറ്റില്ല, താലിമാല. ചന്ദ്രമതി എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ രേവതി ഒരു മഞ്ഞച്ചാടൊക്കെ കെട്ടിക്കൊണ്ടാ നടന്നേ. അങ്ങനെ ആ താലിമാല എല്ലാവരുടെ സാന്നിധ്യത്തില് രേവതിക്ക് കൊടുക്കണം. രേവതി അത് മേടിച്ച് തുറന്നു നോക്കി. രേവതിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. രേവതിയോട് സച്ചി ചോദിച്ചു, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ആയിപ്പോയി. ചന്ദ്രമതി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. കാർ ഓടിച്ചിട്ട് ആ പണം കൊണ്ട് ഇവനെ വാങ്ങിച്ചോണ്ട് വരുമെന്ന്. കാരണം മദ്യ ഷോപ്പിൽ കൊടുക്കാണ്ട് സച്ചിക്ക് പണം തികയില്ലെന്ന് എപ്പോഴും ചന്ദ്രമതി പറയും. അതിനിടയ്ക്ക് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് അവൻ എവിടുന്ന് പണം കിട്ടി എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രയുടെ മനസ്സിൽ. ആ സമയം രേവതി പറഞ്ഞു, അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സച്ചിയേട്ടൻ എനിക്കായിട്ട് വാങ്ങിച്ചോണ്ട് വരുമെന്ന്. എന്റെ ശബ്ദം ഞാൻ നിറവേറ്റിയെന്ന് പറയണം. ഇനി സച്ചിയേട്ടൻ വാങ്ങിച്ചു തന്ന താലിമാല ഇട്ടോണ്ടായിരിക്കും ഞാൻ നടക്കണേന്ന് പറയാം. പിന്നെ ഒരു താലിമാല കണ്ടാലും മതി, ഒരു ഇത്തിരിയോളം പോണ താലിമാല മേടിച്ചോണ്ടെന്ന് എന്ത് കാണിക്കാനടി, കണ്ണിലിട്ട കരികിറക്കുന്ന പോലെ ഒരു സാധനം അല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അത്രയ്ക്ക് വല്ല പുച്ഛിച്ചാ തള്ളുവൊന്നും വേണ്ട, ആവശ്യത്തിന് വലിപ്പം ഉണ്ടാകുന്ന പറയണം. വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പം അതിന് തൂക്കം നോക്കണമെന്ന് ചോദിക്കുകയാണ്. ഓ, ഇനി സ്വർണ്ണമാണെന്ന് ആര് കണ്ടു, സ്വർണ്ണമാണെന്ന് നോക്കണേ നമുക്ക് പോയി ഉരച്ചു നോക്കാന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, വേണേ അവൻ അതും ചെയ്യും, വേണോ ചന്ദ്രനെന്ന് ചോദിക്കുകയാണ്. വെറുതെ അവനോട് മുട്ടാൻ നിൽക്കില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. ആ സമയം വർഷ പറഞ്ഞു, അല്ല ആന്റി എന്തിനാ ഇത് രേവതി ചേച്ചിയുടെ സ്വർണ്ണം എല്ലാം മേടിച്ചു വെച്ചിരിക്കുന്നത്? ഈ ചില പലിശക്കാരെങ്ങനെയാ ഈട് മേടിക്കുന്ന പോലെ സ്വർണം മേടിച്ചു വെക്കും. അതിന്റെ ആ കാര്യമുണ്ടോ? അതങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? അതങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാൻ പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്ര പറഞ്ഞു, അയ്യോ മോളെ, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവൾ ഇവിടെ ഊരി വെച്ചതല്ലേ, ഞാൻ എതിർത്തോണ്ട് വെച്ചല്ലേ. അതിനിപ്പോ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു, അതിനിപ്പോ ചന്ദ്രയ്ക്ക് പിന്നെ എല്ലാത്തിനും ഒരു നൂറ് ന്യായങ്ങൾ കാണുമല്ലോ എന്ന് പറയണം. ഈ സമയം വർഷ പറഞ്ഞു, ഇനിയിപ്പോ എന്തിനാ ചേച്ചി നോക്കിയിരിക്കണേ, അത് കഴുത്തിലേക്ക് അങ്ങോട്ട് അണിയാൻ പറയണം. രേവതി പറഞ്ഞു, ഇല്ല, അതിപ്പോ അണിയാൻ പറ്റില്ലെന്ന് പറയാം. അതെന്താ? അതിന് കുറച്ച് കടമ്പകളൊക്കെ കടക്കാണ്ടെന്ന് പറയണം. കടമ്പകൾ കടക്കാനോ? വർഷയ്ക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല എന്താ പറഞ്ഞെന്നുള്ള കാര്യം. ഈ സമയം രേവതി സച്ചിയോട് പറഞ്ഞു, ബാ സച്ചിയേട്ടാ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. ഈ സമയം സുധി പറഞ്ഞു, ഹോ, അവന്റെ ആ വരവും മട്ടും വിളിക്കലോ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തൊരു സ്വർണ്ണക്കട വാങ്ങിച്ചെന്ന്. ഇതൊരു താലിമാല മേടിച്ചോണ്ട് കൊടുത്താനാണോ അവൻ എത്ര പവർ കാണിക്കുന്ന ചോദിക്കുക. രവീന്ദ്രൻ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിന് പോലും പറ്റുന്നുണ്ടോ? നീ എന്തേലും വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നുണ്ടോ? പിന്നെ മറ്റുള്ളവർ എന്തേലും ചെയ്യുമ്പോൾ അതിന് കുറ്റം കണ്ടുപിടിക്കാതെ സ്വന്തം കാര്യം നോക്കി പോടാന്ന് പറയണം. ഇത് കേട്ടപ്പം സുധീനെ വിളിച്ച്, ബാ സുധി അകത്തേക്ക് കയറിപ്പോന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ, അവൾക്ക് വേണ്ടിട്ട് അവൻ വാങ്ങിച്ചോണ്ട് വന്നേ. നീ എന്താ പറഞ്ഞേ? നമ്മളിങ്ങനെ ഓരോരുത്തരും വിലയിടല്ലേ. വണ്ടി ഓടിച്ചാണെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് അവനത് വാങ്ങിച്ചോണ്ട് കൊടുത്തില്ലെന്ന് പറയാം. പിന്നെ വലിയ കാര്യമായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പുച്ഛിക്കുവാണ്. രവീന്ദ്രൻ പറഞ്ഞു, നീ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. അല്ലെങ്കിലും പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും നിവരല്ലോ, അതങ്ങനെ മടങ്ങി തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറയാണ്. ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം മുറിയിലേക്ക് സച്ചിന്റെ രേവതിയും കൂടെ ചെല്ലുക. രേവതി വീണ്ടും വീണ്ടും ആ മാല എടുക്കെടുത്ത് നോക്കുകയാണ്. സച്ചി വെച്ച്, ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്താ നീ കഴുത്തിലിടാത്തേന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിന് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയണം. ഒരു സ്ഥലം വരെ പോകാൻ എവിടെ? അതൊക്കെ ഉണ്ടെന്ന് പറയണം. അത് നമുക്ക് പോകാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറയണം. പിന്നീട് രേവതി ചോദിച്ചു, അല്ല ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇതിനുള്ള പണം എവിടുന്ന് കിട്ടിയത്? കുറെ പണമായി കാണുമല്ലോ എന്ന് ചോദിക്കാം. സച്ചി പറഞ്ഞു, പണോ? അതൊക്കെ കിട്ടി, അതൊക്കെ വലിയൊരു കഥയാന്ന് പറയണം. വലിയ കഥയോ? അതെന്ത് കഥ? അത് പിന്നെ ഉണ്ടല്ലോ, ഇന്ന് വലിയൊരു പണക്കാരൻ കാറ് കയറി അങ്ങനെ അയാളെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ ബാഗ് അവിടെ ഇരുന്നു. തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും പണം അയാള് പോവുകയും ചെയ്തു. അയാൾ ആരാ എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്ത് ചെയ്തു, ആ പണം എടുത്തോണ്ട് പോയി ഈ മാല ഇങ്ങോട്ട് വാങ്ങിച്ചെന്ന് പറയാ. ഇത് കേട്ടപ്പോ രേവതി ചിരിച്ചു. എന്താ നീ ചിരിക്കുന്നേ? സച്ചിയേട്ടൻ, അത് സച്ചിയേട്ടൻ അങ്ങനെ ചെയ്ത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? നല്ല കഥയായി. അങ്ങനെ ആരെങ്കിലും മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടൻ അവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവരെ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കൊണ്ടേ കൊടുക്കും. ഇത് എനിക്കറിയാവുന്ന കാര്യമല്ലേ. സച്ചിയേട്ടൻ ഞാൻ ഇന്നലെ ഒന്നും അല്ല മനസ്സിലാക്കിയേക്കുന്നത് എന്ന് പറയണം. അതെ, ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിയും വാങ്ങുമെന്ന് പറയണം. സച്ചിൻ, ഓഹോ, അത്രയ്ക്കാണ് നീ എന്നെ അടിക്കാറായെന്ന് ചോദിക്കാം. അതെ, അടിക്കുക തന്നെ ചെയ്യുന്നു പറയാം. അന്നേം കൂടെ ഒന്ന് കാണട്ടെ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ രേവതി സാരിയൊക്കെ മടക്കി കുത്തി അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയം സച്ചി അവളെ പിടിച്ച് നെഞ്ചോട് ചേർക്കുകയാണ്. ഈ സമയം രേവതി സച്ചിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. സച്ചി പറഞ്ഞു, കൊള്ളാം കൊള്ളാം, പെണ്ണിന്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടോ, താലിമാല കിട്ടിയപ്പോഴെന്ന് പറയാണ്.
ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ സച്ചേട്ടാ, സ്വന്തം ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടിരുന്ന ആ ഒരു താലിമാലയാണെങ്കിലും ഒരു ചെറിയ സാധനമാണെ പോലും ഏതൊരു ഭാര്യയ്ക്ക് അത് സന്തോഷകരമായ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളായിരിക്കും എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുവാണ്. ഈ സമയം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ശ്രുതി മുറി വന്നിരിക്കുന്നത്. ശ്രുതിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് താലിമാല വാങ്ങിച്ചുകൊണ്ട് തന്നിരിക്കുന്നു. ഇനിയിപ്പോ ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് ഉണ്ടാകാൻ തനിക്കായിരിക്കും. അങ്ങനെ മനസ്സിൽ ഓർത്ത് ഇരുന്ന സമയത്ത് തന്നെ കൃത്യം ചന്ദ്രമതി അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അല്ല, മോൾ എന്താ ഇവിടെ വന്നിരിക്കണെന്നേക്ക്? ഒന്നുമില്ല മോളെ, കണ്ടില്ലേ അവൻ വാങ്ങിച്ചോണ്ട കൊടുത്തേ താലിമാലയൊക്കെ. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞ, അതിന് അവൾക്ക് താലിമാല ഇല്ലായിരുന്നല്ലോ രേവതിക്കെന്ന് പറയാം. മോളൊരു കാര്യം ചെയ്യണം, ഇതിനേക്കാളും വലുത് മേടിക്കണം എന്ന് പറയാം. അതെന്തിനാ ആന്റി ഈ താലിമാലയ്ക്ക് ഇതിനേക്കാളും വലുത് മേടിക്കണേ? അതെ, മോള് വാങ്ങിക്കണം. താലിമാല മാത്രമല്ല, വലിയ താലിയും കാര്യങ്ങളും എല്ലാം മേടിക്കണം എന്ന് പറയാം. അത് പിന്നെ ഇപ്പം മേടിക്കേണ്ട കാര്യമില്ലോ ആന്റി, എന്റെ താലി കുറക്കൽ ചടങ്ങുകൾ നടത്തില്ലല്ലോ, ഒരു 3-4 മാസം കഴിയുമ്പോൾ നടത്തുന്ന സമയത്ത് വേണമെങ്കിൽ വലിയ താലി മാലയൊക്കെ വാങ്ങിച്ചാൽ പോരെന്ന് ചോദിക്കും. അല്ല, മോളതിനിപ്പോ പണം ചെലവാക്കേണ്ട കാര്യമില്ല, മോളുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ പോരെ, അച്ഛൻ എത്ര വലുതാണെങ്കിലും മേടിച്ചെടുത്തില്ലെന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛനും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമല്ലേ ആന്റി, അതുകൊണ്ടാന്ന് പറയണം. എപ്പോഴും ബിസിനസ്സും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, അച്ഛനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുക. മോള് സംസാരിച്ച അച്ഛൻ കേൾക്കും. അല്ല കുഴപ്പമില്ല, അച്ഛനോട് പറയണ്ടേ, ഇളയച്ചനോട് പറയാലോ. ഇളയച്ചനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ കണക്കിന് സ്വർണം കൊണ്ടേ തരത്തില്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഒരു നിമിഷം ശ്രുതിയുടെ മനസ്സിലേക്ക് ഇളയച്ചന്റെ മുഖം വരുവാണ്, ബീരാന്റെ മുഖം. കിലോ കണക്കിന് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിലപ്പോൾ കിലോ കണക്കിന് കൊണ്ടുവരുന്ന സ്വർണ്ണമായിരിക്കില്ല, ഇറച്ചിയായിരിക്കും കിലോ കണക്കിന് കെട്ടിത്തൂക്കിക്കൊണ്ടിരുന്ന. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനൊരു ഞെട്ടലുണ്ട് ഉണ്ടായത്. അല്ല, മോൾ എന്താ ചെയ്യുന്ന ആലോചിക്കണമെന്ന് നിൽക്കും. ഒന്നുമില്ല ആന്റി എന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അവറ്റകളുടെയൊക്കെ മുന്നിലുണ്ടല്ലോ നല്ല നെഞ്ചു മിരിച്ച് മോള് നിന്ന് കൊടുക്കണം. കാരണം മറ്റൊന്നുമല്ല, അവൾമാരൊക്കെ കാണണം എന്റെ മോൾക്ക് കിട്ടിയ സൗഭാഗ്യം എന്താന്ന്. മോളുടെ വീട്ടിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേനും കുറെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അങ്ങനെ തന്നെ വേണമെന്ന് പറയാ. ഞാൻ പറഞ്ഞു നോക്കാം ആന്റി, അല്ലെങ്കിൽ വേണ്ട, മോളെ നമ്പർ ഇങ്ങോട്ട് ആട്ടെ, ഇളയച്ചൻ ഞാൻ വിളിക്കാന്ന് പറയണേ. അത് ശരിയാകത്തില്ല. ഇപ്പം ആന്റി വിളിച്ചു കഴിഞ്ഞിട്ട് അവരോർക്കും ഇപ്പൊ സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ടാ വിളിക്കണേന്ന്. അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ആ കാര്യം ഞാനിങ്ങോട്ട് മറന്നുപോയി, ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചോളാം. ആന്റി ധൈര്യമായിട്ടിരുന്നോ, പൊക്കോളാനൊക്കെ പറയണം. അങ്ങനെ ചന്ദ്ര അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഇരുന്ന് ആലോചിക്കുക, എന്റെ ഭഗവാനെ, ഇവർക്കാണ് എപ്പോഴും ഈ തള്ളയ്ക്ക് സ്വർണം പണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോയിട്ടുണ്ട് താൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ എവിടുന്ന് പണം മേടിക്കാനാ? പണം മേടിക്കാനായിട്ട് ഒരിടത്തൊന്നും ഇല്ല, വായ്പ മേടിക്കുന്നിടത്തൊന്നും എല്ലാം മേടിച്ച് കൂട്ടിയിരിക്കുക. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് പിന്നീട് ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുവാണ്. ആ സമയം മീര അവിടെ ഉണ്ടായിരുന്നു. മീരയോട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു, എന്നാ കൊള്ളാലോ, നല്ല കാര്യമുള്ളതെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാണ്. നീ എന്തിനായിട്ട് ചിരിക്കുന്നത്? ബാക്കിയുള്ളവർക്കാണ് ഇവിടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവളുടെ ഒരു ഒടുക്കത്തെ ചിരി എന്ന് പറയാണ്. അതെ, ചിരിച്ച വേറൊന്നും കൊണ്ടല്ല, നിനക്ക് കിട്ടിയിരിക്കുന്ന കളി ഓർത്തിട്ടാ. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഉള്ള സത്യമൊക്കെ അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ കിടന്ന് ഉരുകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എങ്ങനെ സത്യം തുറന്നു പറയാനേ മീരെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ സുധി? ഒരിക്കലും എന്നെ കല്യാണം കഴിക്കില്ല, അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരിക്കലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ആഗ്രഹിച്ച വിവാഹം പോലും നടക്കില്ല എന്ന് പറയണം. ഇത് കേട്ടത് മീര പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ നോക്കിട്ട് ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ സുധീനെ കൂട്ടിക്കൊണ്ട് വേറൊരു വീടെടുത്ത് മാറി താമസിക്കുക. അങ്ങനെയാണ് പിന്നെ ഈ ചോദ്യങ്ങളും പറച്ചിലും ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങളായി നിങ്ങളുടെ ജീവിതമായെന്ന് പറയണം. ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചൊരു ശ്രുതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് വിചാരിക്കുന്നു ചോദിക്കുക. ഉത്തരത്തിൽ ഇരിക്കുന്ന പോകാനും പാടില്ല, അല്ല കഷത്തിൽ ഇരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ വേണം, അതല്ലേ? അത് രണ്ടും കൂടെ നടക്കില്ല ശ്രുതി എന്ന് പറയണം. പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ ഒന്ന് പറ എന്നൊക്കെ പറയണം. നോക്കട്ടെ, എന്തേലും പോകുമ്പോഴേ നമുക്ക് നോക്കാം. അല്ല, ആരുടെയും പണം കുറച്ച് പലിശയ്ക്ക് മേടിച്ചാലോ? ആരോട് മേടിക്കാനാ? ആ ആന്റണിയോട് മേടിച്ചിട്ട് പോലും ആ തിരികെ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അയാൾക്കുള്ള തിരിച്ചു കൊടുക്കാൻ ഞാൻ കിടന്ന് പെടാപ്പാട് വിടുക. ആ സമയത്ത് പുറത്തുനിന്ന് ഇനി ആരോടാ പലിശയ്ക്ക് പൈസ മേടിക്കുന്നേ? അവസാനം എല്ലാം കൂടെ എന്റെ തലയ്ക്ക് നട്ടപ്പുറം വരുമെന്ന് എനിക്ക് തോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ മാഡത്തിന്റെ ഇളയച്ചൻ കാണാൻ മതിക്കുന്നു പറയണേ. ഇളയച്ചനോ? ഇതേമേ ആ വീരാനോട് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞേക്കുന്നല്ലേ? അയാൾ വീണ്ടും വന്നോ മീരെ? അയാൾ ഇനിയും കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും മീര പറഞ്ഞു, ഞാനും കൂടെ വരാം, ഞാൻ രണ്ടെണ്ണം പറയാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുവാണ്. വന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച നവീനയാണ്. അപ്പൊ ഇളയച്ചനാന്ന് പറഞ്ഞ് നവീനാണ് നിൽക്കുന്നത്. ഇയാളാണ് ഇളയച്ചനാന്ന് പറഞ്ഞേ? എന്നിട്ട് പറഞ്ഞ അതെ, ഇയാൾ തന്നെ ഇളയച്ചനാന്ന് പറഞ്ഞു പറയാ. നിങ്ങൾ എന്ത് കാണിക്കാൻ ഇങ്ങോട്ട് വന്നേന്ന് ശ്രുതി ചോദിക്കുകയാണ്. അങ്ങനെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ മോളെ? ഞാൻ ഇളയച്ചനായി പോയില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീരയ്ക്ക് നല്ല ദേഷ്യം വന്നു. മീര പറഞ്ഞു, അപ്പൊ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുമല്ലേ?
അത് പിന്നെ എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വന്നാ. എനിക്ക് പണം വേണമെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ മീര വെച്ചു, നിങ്ങൾ കൊടുന്ന് പണം ഏൽപ്പിച്ചിട്ടുണ്ടോ ശ്രുതിനെ? ഈ തോന്നുമ്പോൾ വന്ന് ചോദിച്ചു മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇതെന്താ വല്ല ATM മെഷീനാണ് നിങ്ങൾ കരുതിയെന്ന് ചോദിക്കും. ഇത് കേട്ടതും നവീൻ പറഞ്ഞു, ATM മെഷീൻ അല്ല, ഇത് ചെറിയൊരു ബാങ്കാന്ന് പറയാണ്. എനിക്ക് ആവശ്യമുള്ളപ്പം വന്ന് ഞാൻ പണം എടുത്തുകൊണ്ട് പോകുന്നു പറയാം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഇതേ കളിക്കരുത് കേട്ടോ, എൻ്റെ കയ്യിലാണ് 5 പൈസ ഇല്ലായിരിക്കുന്ന സമയം. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാനിരിക്കുക. വീട്ടിലാണ് പിടിച്ചു വയ്ക്കാനായിട്ട് ഞാൻ കിടന്ന് പെടാപ്പാട് വിടുക, ആരുടെ പലിശയ്ക്ക് എടുക്കണമെന്ന് ഓർത്ത്. ആ സമയത്താണ് നിങ്ങളുടെ ഈ വരവും കൂടെ. ഈ സമയം മീര പറഞ്ഞു, നീ എന്തിനാ ശ്രുതി പേടിക്കുന്നത്? പേടിക്കേണ്ട കാര്യമില്ല, ഇവനെ പോലെയുള്ള ഫ്രോഡുകളെ എത്രയും പെടുത്ത് തുരുത്തണ്ടെന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കൂടുതലൊന്നും ചിലക്കേണ്ടത് മീരയോട് പറയണം. ഞങ്ങൾ രണ്ടും തമ്മിൽ സംസാരിക്കാനുള്ള, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോളാം എന്ന് പറയണം. പിന്നീട് ശ്രുതിയോട് പറഞ്ഞ്, എനിക്ക് തരാനുള്ള പണം തരണമെന്ന് പറയണം. പണം തന്നല്ലേ ഇന്നാള്, അത് ദീപാവലിക്കല്ലേ, അതിനുശേഷം പൊങ്കലിന് തന്നില്ലല്ലോ എന്ന് പറയണം. അത് പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറയണം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പണം കിട്ടണമെന്ന് പറയാം. അവസാനം ശ്രുതി പറഞ്ഞു, ഒരു 2 ദിവസത്തിനോട് തരാം. 2 2, പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചേക്കണം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ വരും ഇങ്ങോട്ട്. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് വീട്ടിൽ വരാതിരിക്കുന്ന നിന്റെ ഇനി കുടുംബജീവിതം തറക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. പക്ഷേങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാനത് ചെയ്യും. എനിക്ക് പണം തന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രുതിയിലൊരു ഞെട്ടലുണ്ടായി. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മീര പറഞ്ഞു, നീ എന്തിനാ അയാളുടെ കയ്യിലും കാലും പിടിക്കണേ? അയാൾ ഭയങ്കര വൃത്തികെട്ടവനാടി, അയാൾ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യൂന്ന് പറയാം. സാരമില്ല, നമുക്ക് നോക്കാം. ഒരു കാര്യം നീ സമാധാനപ്പെട്ട് പോകാൻ പറയണം. പക്ഷെ എനിക്കറിയത്തില്ല എങ്ങനെ സമാധാനപ്പെടണമെന്ന്. അയാളുടെ കയ്യും കാലും അങ്ങ് തല്ലി ഒടിച്ചാണെന്ന് മീരാടി ചോദിക്കണം. അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ല, അയാൾ എഴുന്നേക്കത്തില്ലോ, കിടക്കുന്നിടത്ത് കിടന്നോളും, പിന്നെ അയാളെ കൊണ്ട് ആ ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ടത് മീര പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അത് ചെയ്യേണ്ടി വരും എന്നാ തോന്നുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് കയറി പോവാണ്. പിന്നീട് പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി സച്ചിയും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ സച്ചി എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ ഉണ്ട്, കാർ എടുക്കാൻ പറയണം. അങ്ങനെ കാർ എടുത്തു. രണ്ടുപേരും കൂടെ പോവാ. കുറെ ദൂരം ചെന്നിട്ട് രേവതി എങ്ങോട്ടാ പോണേന്നൊന്നും പറയുന്നില്ല. അല്ല, എങ്ങോട്ടാ രേവതി പോണേന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ട്, അങ്ങോട്ട് തിരിയെ ഇങ്ങോട്ട് തിരിയെന്നൊക്കെ പറയാണ്. എവിടേക്കാ പോകുന്നെങ്കിൽ പറയുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി സമാധാനത്തോട് പോകായിരുന്നു പറയാം. ഇപ്പൊ എന്താ സമാധാനക്കുറവ്? എന്തായാലും സമാധാനക്കുറവുണ്ടോ? മര്യാദയ്ക്കും കൂടെ വരാൻ പറയണം. അങ്ങനെ കുറെ ദൂരം ചെന്ന് ഞാൻ പറഞ്ഞു, അല്ല ഇത് നിന്റെ അമ്മയുടെ കടയുടെ അങ്ങോട്ടേക്കാണല്ലോ എന്ന് ചോദിക്കണം. അതെ, അങ്ങോട്ടേക്ക് തന്നെയാ. ഓ, അങ്ങോട്ടേക്കാണോ? എന്നാ പിന്നെ ഇതൊക്കെ നേരത്തെ പറയണ്ടേ? എനിക്കറിയാവുന്ന വഴിയായിരുന്നല്ലോ എന്ന് പറയാണ്. ഞാൻ കരുതി വേറെ എങ്ങോട്ടോ പോകാനായിട്ട് എന്നെ വിളിച്ചായിരിക്കും എന്ന് കരുതിയെന്ന് പറയാണ്. അതെ, തൽക്കാലം അങ്ങോട്ടേക്ക് പോകും, എന്നിട്ട് അവിടെ ചെന്നേയും ബാക്കി കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.